ഹായ് ഫ്രണ്ട്സ്, ഇന്ന് ദിവ്യ എഴുതിയിരിക്കുന്ന ഒരു മെയിലാണ് വായിക്കുന്നത്. മാഡം, എൻ്റെ പേര് ദിവ്യ. ഈ കഥയിൽ വരുന്ന എൻ്റെ പേരും മറ്റുള്ളവരുടെ പേരും വെറും സാങ്കല്പികമാണ്. ഞാൻ ഇടുക്കി ജില്ലക്കാരിയാണ്. വർഷങ്ങളോളം കോച്ചിങ് സെൻ്ററുകളിൽ പഠിച്ചിട്ടാണ് എനിക്ക് ഈ അടുത്ത കാലത്ത് ഒരു പൊതുമേഖലാ സ്ഥാപനത്തിൽ ജോലി കിട്ടിയത്, ക്ലർക്കായിട്ട്. ഞാൻ ജോലി ചെയ്യുന്ന സ്ഥലം മലബാറിലാണ്. സ്ഥലം ഏതാണെന്ന് ഞാൻ പറയുന്നില്ല. ഞാനും വേറൊരു പെൺകുട്ടിയും ഒരേ ദിവസമാണ് ആ ഓഫീസിൽ ജോലി ചെയ്തത്. അവരുടെ പേര് തുളസി എന്നാണ്. അവർ ആലപ്പുഴ ജില്ലക്കാരിയാണ്. ഞങ്ങൾ രണ്ടുപേരും ഒരു ലേഡീസ് ഹോസ്റ്റലിൽ ഒരു റൂമിലായിരുന്നു താമസിച്ചിരുന്നത്. ഞങ്ങളുടെ രണ്ടുപേരുടെ ഓഫീസ് ഒന്നാണെങ്കിലും വ്യത്യസ്തമായ വിഭാഗങ്ങളിലാണ് ഞങ്ങൾ ജോലി ചെയ്യുന്നത്. അവൾ 1-ാം നിലയിലും ഞാൻ 3-ാമത്തെ നിലയിലുമാണ്. എൻ്റെ സെഷനിൽ എന്നെ കൂടാതെ 7 പേരുണ്ട്. 5 ആണുങ്ങളും 2 പെണ്ണുങ്ങളും. ഇപ്പോൾ ഞാനും. പെണ്ണുങ്ങൾ ഒരാൾ 40 കഴിഞ്ഞ ആളും മറ്റേയാൾ ഒരു 28-കാരിയുമാണ്. 1-2 മാസം കഴിഞ്ഞപ്പോൾ ഞാനും 28-കാരി നന്ദിതയുമായി കൂട്ടായി. നന്ദിത വിവാഹിതയാണ്. ഭർത്താവിനും ഒരിടത്ത് ജോലിയുണ്ട്. ഞാനും തുളസിയും കൂടി ഒരു ദിവസം നന്ദിത ചേച്ചി ക്ഷണിച്ചു കഴിഞ്ഞപ്പോൾ അവരുടെ വാടക വീട്ടിൽ പോയി. ഞങ്ങൾ ചെന്നപ്പോൾ അവരുടെ ഭർത്താവ് അവിടെ ഉണ്ടായിരുന്നില്ല. ഞങ്ങൾ പോരുമ്പോൾ അവരുടെ ഭർത്താവ് കയറി വരികയും ഞങ്ങളെ പരിചയപ്പെടുകയും ചെയ്തു. വളരെ സുന്ദരനും മാന്യനുമായ ഒരു വ്യക്തിയാണെന്നാണ് എനിക്ക് തോന്നിയത്. നന്ദിത ചേച്ചി ഫോണിൽ സംസാരിക്കുമ്പോൾ ചിലപ്പോൾ വളരെ ഒതുക്കത്തിലും മറ്റു ചിലപ്പോൾ സാധാരണക്കാരൻ പോലെയാണ്. ഒതുക്കത്തിലും പതുക്കെയുമുള്ള സംസാരം കേൾക്കുമ്പോൾ തൊട്ടടുത്ത ആൾക്ക് പോലും ഒന്നും മനസ്സിലാക്കാൻ പറ്റില്ല. ഇത് ഞാൻ 1-2 മാസം കൊണ്ട് നടത്തി കണ്ടുപിടുത്താണ് കേട്ടോ. മറ്റെല്ലാ കാര്യത്തിലും ചേച്ചി വളരെ ഓക്കെയാണ്. പക്ഷേ രഹസ്യ സംസാരമുണ്ട്. ഒരു ദിവസം എനിക്ക് ചില സാധനം വാങ്ങാനുണ്ടായിരുന്നു. ഞാൻ കുറച്ച് നേരത്തെ ഇറങ്ങിക്കഴിഞ്ഞപ്പോൾ ചേച്ചിയും കൂടെ വന്നു. അതെനിക്ക് സന്തോഷമായി. കടകളിൽ പോകുമ്പോൾ ഒരു കൂട്ടാകുമല്ലോ. എനിക്ക് വേണ്ടത് അടിയുടുപ്പുകളായിരുന്നു. ഞാൻ സെലക്ട് ചെയ്ത് വാങ്ങിപ്പോകുന്ന സമയം ചേച്ചി ക്ഷണിച്ച പ്രകാരം അവരുടെ വീട്ടിൽ ഒന്നുകൂടി കയറി. ചേച്ചി എന്നെ ജ്യൂസൊക്കെ നൽകി സൽക്കരിച്ചു. ജ്യൂസ് കുടിച്ച ശേഷം ഞാൻ സോഫയിൽ നിന്ന് അത് എഴുന്നേറ്റ് കൊണ്ടുപോയി അവിടെ ഒരു ഡൈനിങ് ടേബിളുണ്ട്, അവിടെ വെച്ചു. ഞാൻ നടന്നു കഴിഞ്ഞപ്പോഴേക്കും ചേച്ചി പുറകുവശത്തു നിന്ന് ഒരു ശബ്ദമുണ്ടാക്കി. ഞാൻ ചോദിച്ചു, എന്താ ചേച്ചി എന്ന്. അല്ലടി, നിന്റെ നടപ്പ് ഇതെന്താടി, 2 കുടങ്ങളാണോ? ആണുങ്ങൾക്ക് പോലും ഭയങ്കര ഫീലിംഗ് തോന്നും, പെണ്ണായ എനിക്ക് പോലും ഫീലിംഗ് തോന്നുന്നുണ്ടെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, ചേച്ചി എന്താ പറഞ്ഞത്? അപ്പോൾ ചേച്ചി പറഞ്ഞു, എടി മറ്റുള്ളവരെ പോലെയല്ല, നിനക്കെന്തോ ബാക്ക് ഭാഗത്ത് നല്ല പ്രത്യേകതയുണ്ട്, വശ്യമനോഹരമാണ് മോളെ എന്ന് പറഞ്ഞ് ചേച്ചി പുറകിൽ വന്ന് ടച്ച് ചെയ്ത് ചില പോപ്പോ രീതികൾ എന്നോട് പ്രവർത്തിക്കാൻ തുടങ്ങി. ഞാനങ്ങ് ഞെട്ടിപ്പോയി. ചേച്ചി എന്തായി കാണിക്കുന്നത് എന്ന് ചോദിച്ചപ്പോൾ ചേച്ചി പറഞ്ഞു, നമ്മൾ രണ്ടുപേരും പെണ്ണുങ്ങളല്ലേ, ഇതൊക്കെ രസമല്ലേടി എന്ന് പറഞ്ഞ് ചേച്ചി ഉൾക്കാട്ടുകളിൽ മുൾപ്പൂക്കൾ തേടാൻ തുടങ്ങി. ഞാൻ വേണ്ടാന്ന് പറഞ്ഞതാണ്. പക്ഷെ ചേച്ചി, ഇതൊന്നും പ്രശ്നമില്ല, നമ്മൾ രണ്ടുപേരും മാത്രമേ അറിയുകയുള്ളൂ. നിനക്ക് എന്നെ ഇഷ്ടമല്ലേ, എനിക്ക് നിന്നെയും ഇഷ്ടമാണ്, ഇതൊക്കെ രസമാണെന്നേ. നിന്നെ മോഹിച്ച് എത്രയോ ചെറുപ്പക്കാർ വരാനിരിക്കുന്നു. അതിനു മുമ്പുള്ള ഒരു പ്രാഥമിക കളമൊരുക്കലായിട്ട് മാത്രം നീ കരുതിയാൽ മതി മോളെ എന്ന് പറഞ്ഞ് ചേച്ചി എന്നെ നിർബന്ധിക്കുകയായിരുന്നു. ചേച്ചിയുടെ കളംവരപ്പ് എനിക്ക് പ്രത്യേകിച്ച് ഫീലിങ്സ് ഒന്നും ഉണ്ടാക്കിയില്ലെങ്കിലും ചേച്ചി അനുസരിക്കണമെന്ന് എനിക്ക് തോന്നിപ്പോയി. ചേച്ചി എന്തൊക്കെയോ കാട്ടിക്കൂട്ടി. അതിനൊന്നും ഞാനെതിരല്ലായിരുന്നു. എന്തോ എൻ്റെ മനസ്സ് അവരോട് ഒട്ടി നിൽക്കണമെന്ന് പറഞ്ഞു. എന്ന് വെച്ചിട്ട് ഞാൻ ഭയങ്കരമായി ആസ്വദിച്ചു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് തെറ്റാണ്. അങ്ങനെ അതെല്ലാം കഴിഞ്ഞ് കഴിഞ്ഞിട്ട് ഞാൻ ഇത്തിരി ചമ്മലോടുകൂടിയാണ് അവിടെ നിന്ന് ഇറങ്ങിപ്പോകുന്നത്. പക്ഷേ ചേച്ചി എന്നോട് അടുത്ത് തന്നെ പെരുമാറി എന്നെ കെട്ടിപ്പിടിച്ച് മോളെ ചക്കര എന്നൊക്കെ പറഞ്ഞ് കൊഞ്ചിച്ചാണ് അവിടെ നിന്ന് വിട്ടത്. അത് കഴിഞ്ഞ ശേഷം ചേച്ചിയുമായിട്ട് എനിക്ക് അഭേദ്യമായൊരു ബന്ധമുണ്ടായി. ചേച്ചിയുടെ ഇഷ്ടങ്ങൾക്ക് ഞാൻ വശംവദയാകാൻ എനിക്ക് വലിയ പ്രയാസമൊന്നും തോന്നിയില്ല. ചേച്ചിക്ക് ഈ കാര്യത്തിൽ ഇൻട്രസ്റ്റ് ഉണ്ടെന്ന് എനിക്ക് നല്ലപോലെ മനസ്സിലായി. തുളസിയും ഞാനും നന്ദിത ചേച്ചിയും നല്ല അടുപ്പത്തിലാണ്. പക്ഷേ നന്ദിത ചേച്ചിയും ഞാനും തമ്മിലാണ് ഒരു വൈബുള്ളതെന്ന് മാഡത്തിന് മനസ്സിലായല്ലോ. പിന്നെ ഇടയ്ക്കിടയ്ക്ക് ഞാൻ വാഷ്റൂമിലൊക്കെ പോകുമ്പോഴേക്കും ചേച്ചി എൻ്റെ പുറകെ വരും. എടി, ഇന്നാളെ വാങ്ങിച്ചു തന്നത് അല്ലെങ്കിൽ സെലക്ട് ചെയ്തത് ഇട്ടോ എന്നൊക്കെ പറഞ്ഞ് ഒരളവെടുപ്പ് നടത്തും. എനിക്കാണെങ്കിൽ അതൊക്കെ ആദ്യം അസ്വസ്ഥതയാണെങ്കിലും പിന്നീട് ചേച്ചിയല്ലേ, ചേച്ചി എന്തെങ്കിലും തഴുകിക്കോട്ടെ എന്ന് ഞാനും അങ്ങ് വിചാരിച്ചു. പക്ഷേ ചേച്ചി മിക്കവാറും എൻ്റെ അടുത്ത് തന്നെ ഇരുന്നിട്ട്
പതിഞ്ഞ സ്വരത്തിൽ സംസാരിക്കുന്നത് ഞാൻ ശ്രദ്ധിക്കും. എന്താണെന്ന് പിടികിട്ടില്ല. ഒരു ദിവസം ഉച്ചയ്ക്ക് ചേച്ചി ആരെ വിളിച്ചു കഴിഞ്ഞപ്പോഴേക്കും ഓക്കെ ഞാൻ വരാം എന്ന് കാതരയായി പറഞ്ഞത് കേട്ടു. ഇത്തിരി കഴിഞ്ഞപ്പോൾ ചേച്ചി പോകാനൊരുങ്ങുന്നു ഹാർട്ട് ലീവ് എടുത്ത്. ഞാൻ ചോദിച്ചു, ചേച്ചി എവിടെ പോകാമെന്ന്. അതെ, എനിക്ക് വിശ്രമിക്കണം എന്ന് പറഞ്ഞ് ചേച്ചി അങ്ങ് പോവുകയും ചെയ്തു. ചേച്ചി എന്തിനാണ് വിശ്രമിക്കാൻ വേണ്ടി ഇങ്ങനെ പതിഞ്ഞ സ്വരത്തിൽ സംസാരിച്ചിട്ട് പോകുന്നത്? ഇത് മിക്കപ്പോഴും നടക്കാറുണ്ട്. ആ സമയത്തൊക്കെ ചിലപ്പോൾ ചേച്ചി പറയും, എടി ബാത്റൂമിൻ്റെ സൈഡിലേക്ക് ഒന്ന് വാ എന്ന് പറയും. ഞാൻ ചെല്ലും. ആ സമയത്ത് ചേച്ചിക്ക് ചില പ്രയോഗങ്ങളുണ്ട്. അതൊക്കെ കഴിഞ്ഞ് എന്നോട് കുസൃതി കാണിച്ചിട്ടേ പോവുകയുള്ളൂ. ഇത് എന്ത് തരം സൂക്കേടാണോ എനിക്കറിയില്ല. പിന്നെ ചേച്ചി അറിയാത്തൊരു കാര്യമുണ്ട്, ഞാൻ ആരോടും പറഞ്ഞിട്ടില്ല. പണ്ട് എനിക്കൊരടുത്ത സുഹൃത്തുണ്ടായിരുന്നു. അവൾക്കാണെങ്കിൽ ഒരു കാമകനുമുണ്ട്. അവർ രണ്ടുപേരും പണ്ട് തൊട്ടേ ഭയങ്കര അറ്റാച്ച്ഡാണ്. ദൂരേക്ക് പോയി മുറിയെടുക്കാനും അവർക്ക് വേണ്ട സല്ലാപങ്ങൾ നടത്താനും വലിയ ധൈര്യമാണ്. ഒരു കൂട്ടിന് വേണ്ടി അവൾ എന്നെ വിളിക്കുമായിരുന്നു. അപ്പോൾ ഞാൻ പോയി കഴിഞ്ഞാൽ അവരേതെങ്കിലും ഹോട്ടൽ റൂം എടുക്കും. എനിക്കും ഇപ്പുറത്തെ റൂം ശരിയാക്കി തരും. ഞാൻ ആ റൂമിൽ 2-3-4 മണിക്കൂർ അല്ലെങ്കിൽ വീട്ടുകാരുടെ കള്ളം പറഞ്ഞു പോകുന്ന ആ ഒരു ദിവസം വെറുതെ ഇരിക്കും. അല്ലെങ്കിൽ സ്ഥലം ചുറ്റിക്കാണും. അങ്ങനെയൊക്കെയായിരുന്നു. പിന്നെ എനിക്ക് ധൈര്യമായി. വേറൊന്നിനുമല്ല, ഇവരുടെ കൂടെ ചുമ്മാ കൂട്ടിന് പോകാൻ വേണ്ടിയിട്ട്. അങ്ങനെ ഇരിക്കെ അവളുടെ കാമുകൻ്റെ ഒരു സുഹൃത്തും ഞങ്ങളോട് വരാൻ തുടങ്ങി. അപ്പോൾ അവനും ഞാനും കൂടിയായിരിക്കും ആ മുറിയിൽ കഴിയുക. പക്ഷേ ഞാൻ കൂടുതലൊരു കാര്യത്തിനും അനുവദിക്കില്ല. കാര്യം എനിക്ക് അവനോട് പ്രേമമൊന്നുമില്ല. അതുമാത്രമല്ല വല്ല അക്കടിയും പറ്റിപ്പോയെങ്കിലോ എന്നുള്ള ഒരു ചിന്ത എനിക്കുണ്ടായിരുന്നു. എങ്കിലും പോകെയില്ലേ ഞങ്ങൾ രണ്ടുപേരും ഇതേപോലെയുള്ള കുസൃതികളൊക്കെ, പുറമേയുള്ള കുസൃതികളും കുറച്ചൊക്കെ എക്സ്പീരിയൻസ് ആയി കഴിഞ്ഞപ്പോഴേക്കും വലിയ പ്രശ്നങ്ങളൊന്നുമില്ലാതെ ഞങ്ങൾ നാവ് കൊണ്ടുള്ള ചില കസരത്തുകളിലും അന്യോന്യം ഏർപ്പെട്ടിരുന്നു. അത്രയേ ഉള്ളൂ. അതിൽ കഴിഞ്ഞ് ഒന്നുമില്ല. എങ്കിലും ഞാനൊന്നും അറിയാത്തവളൊന്നുമല്ല. പിന്നീട് ഞങ്ങൾ തമ്മിൽ പിരിയുകയും ചെയ്തു. ആ കൂട്ടുകാരി അവനെ തേച്ച് വേറെ ആരെയോ കല്യാണം കഴിച്ച് സെറ്റിലാകുകയും ചെയ്തു. അങ്ങനെയായിരുന്നു ആ കഥ. അതുകൊണ്ട് ചേച്ചിയുടെ ചില കലാപരിപാടികളൊന്നും എനിക്കത്ര ബോറിംഗ് ഒന്നുമല്ല. ചേച്ചിയോടുള്ള അടുപ്പം മുറുകി കഴിഞ്ഞപ്പോഴേക്കും ഞാൻ ചേച്ചിയുടെ വീട്ടിൽ ഒത്തിരി വട്ടം പോയിട്ടുണ്ട്. പിന്നീട് ചേച്ചി കൂടുതൽ വിശദമായി എന്നോടടുക്കും. ഇടയ്ക്ക് ഫോട്ടോയും വീഡിയോ എടുക്കും. വേണ്ടാന്ന് പറഞ്ഞാലും ചേച്ചി പറയും, സാരമില്ലടി, എനിക്ക് കാണാൻ വേണ്ടി എൻ്റെ സ്വകാര്യ ശേഖരത്തിലേക്കാ എന്നൊക്കെ പറഞ്ഞ് വളരെ സേഫാണെന്ന് പറഞ്ഞാണ് ഇതൊക്കെ എടുക്കുന്നത്. ചേച്ചിയുടെ ഇഷ്ടത്തിന് ഞാനും നിന്ന് കൊടുത്തു. പക്ഷേ ഇടയ്ക്കിടയ്ക്ക് ഫോൺ വരുമ്പോൾ ചേച്ചി ഓടിപ്പോയി മാറി നിന്ന് പതിഞ്ഞ രീതിയിൽ സംസാരിക്കും. ആരോടാണെന്ന് ചോദിച്ചിട്ട് പറഞ്ഞിട്ടില്ല. അങ്ങനെ 2-3 വട്ടമായി കഴിഞ്ഞപ്പോഴേക്കും ഞാൻ പറഞ്ഞു, ഇങ്ങനെയാണെങ്കിൽ ചേച്ചിയുമായിട്ട് എനിക്കൊരു കൂട്ടുമില്ല, ഞാൻ ഇങ്ങോട്ട് വരില്ല. ചേച്ചിയുടെ ഒരിഷ്ടത്തിന് ഞാൻ കൂട്ടു നിൽക്കില്ല എന്ന് പറഞ്ഞു. അപ്പോൾ ചേച്ചി പറഞ്ഞു, അത് ചേച്ചിയുടെ ആദ്യത്തെ കാമുകനാണ്, കല്യാണം കഴിക്കാൻ പറ്റിയില്ല. ഇപ്പോൾ അവൻ ഗൾഫിലാണ്. അവൻ ഇടയ്ക്കിടയ്ക്ക് വിളിക്കും. അതുകൊണ്ടാണ് താഴ്ത്തി സംസാരിക്കുന്നത്. ഭർത്താവ് അറിയാതെയുള്ള ബന്ധമാണെന്നാണ് ചേച്ചി പറഞ്ഞത്. പിന്നെ അവൻ ലീവിന് വരുമ്പോഴൊക്കെ ചേച്ചി അവനെ പോയി സന്ധിക്കും. അവർ രണ്ടുപേരും കൂടി ഹോട്ടലിൽ മുറിയെടുത്ത് സ്നേഹം പങ്കിടും. ചേച്ചിയുടെ പഴയ കാമുകനും ചേച്ചിയുമായിട്ടുള്ള വീഡിയോയും രംഗങ്ങളും ഒക്കെ ചേച്ചി എന്നെ വിശദമായിട്ട് കാണിച്ചു തന്നു. ചേച്ചി ഒരു മിടുക്കി തന്നെ. 2 വെള്ളത്തിലും കാല് വെച്ച് വിദഗ്ധമായി മുന്നോട്ട് കൊണ്ടുപോകാം. 2 അല്ല 10 വെള്ളം കിട്ടിയാലും ചേച്ചി ബാലൻസായി നിന്നു പോകുന്നു. എനിക്ക് മനസ്സിലായി. എന്തൊരാക്രാന്തമാണ് ഇത്! ഞാൻ വീഡിയോയിൽ പോലും കണ്ടിട്ടില്ലാത്ത രീതിയിലുള്ള രീതികളിലാണ് ചേച്ചി എക്സ്പേർട്ടായിരിക്കുന്നത്. ഞാൻ വിചാരിച്ച പുള്ളിയല്ല ചേച്ചി. അലകടൽ ആഴം പോലെ വിദഗ്ധയാണെന്ന് എനിക്ക് അന്ന് മനസ്സിലായി. നല്ലവനായ ഭർത്താവിനെ വഞ്ചിക്കുന്നത് ശരിയാണോ ചേച്ചി എന്ന് ഞാൻ ചോദിക്കുമ്പോഴേക്കും ചേച്ചി പറയും, പിന്നെ ഭർത്താവ് പുറത്തു പോകുന്നു, അങ്ങനെ ഇവിടെ പോകുന്നത് ആർക്കറിയാം. അതുകൊണ്ട് കിട്ടുന്നതൊക്കെ ആസ്വദിച്ച് മുന്നോട്ട് പോവുക. വീട്ടിൽ വരുമ്പോൾ ഭർത്താവും ഭാര്യയും അത്രയേ ഉള്ളൂ. പുറത്തു പോയി കഴിഞ്ഞാൽ രണ്ടും 2 വ്യക്തികളാണ്. എന്തൊക്കെ ആരൊക്കെ എന്ത് ചെയ്യുന്നെന്ന് ആർക്കറിയാം മോളെ എന്ന് പറഞ്ഞ് ചേച്ചി പൊട്ടിച്ചിരിക്കും. അപ്പോൾ ചേച്ചിക്ക് ഈ ഒരു കാമുകനുമായിട്ട് മാത്രമല്ല ബന്ധം, വേറെ ബന്ധമുണ്ടെന്ന് തോന്നുന്നു പറഞ്ഞു. അപ്പോൾ ചേച്ചി പറഞ്ഞു, ചുമ്മാതെ കിട്ടുന്ന കാര്യങ്ങളൊക്കെ എന്തിനാ മോളെ വെറുതെ കളയുന്നത്? എനിക്ക് നല്ല സൗന്ദര്യമുള്ളവരെ ഭയങ്കര ഇഷ്ടമാണ്. ഇപ്പോൾ എനിക്ക് തൽക്കാലം 5 പേരുമായിട്ട് ബന്ധമുണ്ടെന്ന് പറഞ്ഞ് ചേച്ചി ആ ഡീറ്റെയിൽസൊക്കെ കാണിച്ചു തന്നു. ദൈവമേ, ഈ ബന്ധങ്ങളൊക്കെ ചേച്ചിക്ക് എവിടെ കിട്ടുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും ചേച്ചി എന്നെ തഴുകിക്കൊണ്ട് പറഞ്ഞു, മോളെ 4 പേരില്ലേ, അതിലൊരാൾ മുൻപ് ജോലി ചെയ്യുന്ന സ്ഥാപനത്തിലുണ്ടായിരുന്ന ആളും അയാൾ പരിചയപ്പെടുത്തിയ ഒരു സുഹൃത്തുമാണ്. മറ്റ് 2 പേർ ഫേസ്ബുക്കിൽ നിന്ന് പരിചയപ്പെട്ട ആളാണ്. പിന്നെ വേറൊരാളും കൂടെ ഉണ്ട്. അയാൾ
ബസ് യാത്രക്കിടെ പരിചയപ്പെട്ട ആളാണ്. അവസാനം പറഞ്ഞ രണ്ടുപേരും ചിലപ്പോഴൊക്കെ വേറെ ചിലരെ ഇവിടേക്ക് പറഞ്ഞു വിടും അത്രേ. ചേച്ചിയുടെ ഫോട്ടോ കണ്ട് ഇഷ്ടം തോന്നിയാൽ ചേച്ചി അവരെ സ്വീകരിക്കുമെന്നും പറഞ്ഞു. അയ്യോ ചേച്ചി, അപ്പോൾ വിരലിൽ എണ്ണാവുന്നതിലും അധികം ഉണ്ടല്ലേ? അല്ല, ചേട്ടനിവിടില്ലേ? പിന്നെ എങ്ങനെയുണ്ട് നടക്കുക? ആ, ചേട്ടൻ വരുന്ന രാത്രിയിലല്ലേ, പകലല്ലേ മോളെ? നമ്മുടെ കാര്യങ്ങളൊക്കെ ജീവിതം ആസ്വദിക്കണ്ടേ എന്ന് പറഞ്ഞ് ചേച്ചി ചിരിച്ചു. അന്ന് ഞാൻ ഹോസ്റ്റലിൽ എത്തിയത് പുതുപുത്തൻ അറിവുമായിട്ടാണ്. എൻ്റെ റൂംമേറ്റിനോട് പറയണമെന്നുണ്ടായിരുന്നെങ്കിലും ചേച്ചിയുടെ കാര്യമല്ലേ, പറയണ്ടെന്ന് വെച്ച് ഞാൻ അതൊക്കെ മനസ്സിൽ പൂഴ്ത്തി. ചേച്ചി ചില ദിവസം ലീവ് എടുക്കും, ചിലപ്പോൾ ഹാഫ് ഡേ ലീവ് എടുക്കും. ഞാൻ വ്യത്യാസം ചോദിക്കും. ചേച്ചി കഥകളും വീഡിയോകളും എനിക്ക് വിശദമായിട്ട് കാണിച്ചു തരും. ചേച്ചിയുടെ ലൈഫ് സ്റ്റൈൽ എന്നെ അത്ഭുതപ്പെടുത്തി. എന്തൊരു മിടുക്കിയാണ്. ഒരു ദിവസം ചേച്ചി അപൂർവ സുന്ദരനായ ഒരു ചെക്കൻ്റെ പടം എന്നെ കാണിച്ചു തന്നിട്ട് പറഞ്ഞു, ഇവൻ ഫേസ്ബുക്കിൽ കൂടെ എന്നെ ചാറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്, എന്നോട് ഭയങ്കര ഇഷ്ടമാണ്, അടുത്ത ആഴ്ച വരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അവൻ കന്നിപ്പയ്യനാണ്, അവൻ്റെ കന്നി എനിക്ക് തുലാമാക്കണം, എനിക്ക് വേണ്ടിയിട്ട് അവൻ കാത്തിരിക്കുകയാണ്, അവൻ്റെ ജീവിതത്തിലെ ആദ്യ പെണ്ണ് ഞാനാണ്. ഷോ, ഉള്ളതാണോ ചേച്ചി? പിന്നെ ഉള്ളതല്ലാതെ. എടീ, ഞാനും അങ്ങ് കന്നി പെണ്ണല്ലേ, ഓരോ വട്ടവും ഞാനങ്ങ് കന്നിയായി മാറും എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞ പ്രത്യേകതരം കന്നി തന്നെ. എടീ, പിന്നെ വേറെ കാര്യമുണ്ട്, ഈ ചെക്കനെ നിനക്ക് ഇഷ്ടപ്പെട്ടോ? ആ, കൊള്ളാം, നല്ല സുന്ദരൻ. നിനക്ക് വേണമെങ്കിൽ എൻ്റെ ടെസ്റ്റ് ഡോസ് കഴിഞ്ഞ് ഞാൻ വിട്ടുതരാം. ഞാൻ പറഞ്ഞു എനിക്ക് അത്രയും താല്പര്യമൊന്നുമില്ല, കാണാൻ കൊള്ളാവുന്ന ചെറുക്കനായുണ്ട്, ഞാൻ പറഞ്ഞതേ ഉള്ളൂ എന്ന് പറഞ്ഞു. അടുത്ത ദിവസം ചേച്ചിയുടെ വീട്ടിൽ ഞാൻ പോയി കഴിഞ്ഞപ്പോൾ ചേച്ചി പതിവ് കുസൃതി തുടങ്ങി. പക്ഷേ ഒരു പരിധി കഴിഞ്ഞ് ഞാൻ അടുക്കില്ലല്ലോ. ചേച്ചി ചോദിച്ചു, നീ എന്താ കരിങ്കല്ലാണോ? ഞാനൊന്നും മിണ്ടിയില്ല. കുസൃതി തുടരവേ ചേച്ചി എന്നോട് പറഞ്ഞു, എടി, ഞാൻ പറഞ്ഞ ആ കന്നി പയ്യനില്ലേ, അവനെ നിനക്ക് ആദ്യം കാണണോ? എന്തിനാ ചേച്ചി? ചേച്ചിയുടെ ആരാധകനല്ലേ, ചേച്ചി എന്നെ എടുത്തോ, എനിക്ക് പ്രശ്നമൊന്നുമില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും ചേച്ചി പറഞ്ഞു, അതല്ല, നിനക്കവനെ ഇഷ്ടമാണെങ്കിൽ കന്നി അംഗം നീ തന്നെ കുറിക്കൂ എന്ന് പറഞ്ഞ് ചേച്ചി ഫോൺ എടുത്ത് അവനെ വിളിച്ചു. എൻ്റെ ഒരു അടുത്ത കൂട്ടുകാരിയുണ്ട്, അവൾ കന്നിപ്പെണ്ണാണ്, നിനക്ക് വേണ്ടി അവൾ ചിലപ്പോൾ വന്നേക്കാം, ഞാൻ അവളുടെ ഫോട്ടോ അയച്ചു തരാമെന്ന് പറഞ്ഞ് ചേച്ചി അയച്ചു കൊടുത്തു. അവന് എന്നെ ഒത്തിരി ഇഷ്ടപ്പെട്ടു. ഞാൻ പറഞ്ഞു വേണ്ട ചേച്ചി എന്ന് പറഞ്ഞതാണേ, പക്ഷേ അവൻ പറഞ്ഞു ഇവൾക്ക് വേണ്ടി എന്തും ചിലവാക്കാമെന്ന്. ചേച്ചി പറഞ്ഞു അങ്ങനെയാണെങ്കിൽ അവളുടെ നമ്പർ ഞാൻ ഇത്തിരി കഴിയുമ്പോൾ തരാം എന്ന് പറഞ്ഞ് കോൾ കട്ട് ചെയ്തു. അത് കഴിഞ്ഞ ശേഷം പറഞ്ഞു, അവൻ സുന്ദരനാണ്, പണക്കാരനാണ്, നിൻ്റെ അടുത്ത് വന്നു കഴിഞ്ഞാൽ നിനക്ക് പണത്തിൻ്റെ പ്രയോജനമുണ്ട്, നിന്നെ വിളിക്കുമ്പോൾ നീ നല്ലൊരു തുക ചോദിക്കണമെന്ന് പറഞ്ഞു. എനിക്ക് ഒരു പിടിയുമില്ലായിരുന്നു. ചേച്ചി എനിക്ക് ആ തുക പറഞ്ഞു തന്നു. അടുത്ത ബുധനാഴ്ച അവൻ വരും, ആ സമയത്തേക്ക് നീ അവനോട് നിനക്ക് വേണ്ട സംഖ്യ വിളിക്കുമ്പോൾ ചോദിക്ക്, അത് കിട്ടും, നിൻ്റെ ആവശ്യങ്ങളെല്ലാം നടക്കും മോളെ എന്ന് പറഞ്ഞു. അടുത്ത ബുധനാഴ്ച ഞാൻ ചേച്ചിയുടെ വീട്ടിൽ ചെന്നു. ചേച്ചി ഞാനും ഉച്ചയ്ക്ക് ലീവ് എടുത്താണ് അയാളെ കാത്തിരുന്നത്. അയാൾ വന്നു കഴിഞ്ഞപ്പോഴേക്കും ഞാനും കണ്ടമ്പരന്ന് പോയി. ഇത്രയും സുന്ദരനാണെന്ന് ഫോട്ടോയിൽ കണ്ടപ്പോൾ വിചാരിച്ചില്ല. അതിനേക്കാൾ വലിയ റിച്ച് ടീം. പിന്നെ ഒന്നും നോക്കിയില്ല മാഡം, ചേച്ചി തന്നെയാണ് എന്നെ മണിയറിലേക്ക് വിട്ടത്. അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ ആദ്യത്തെ നൊമ്പരം ഞാൻ അനുഭവിച്ചറിഞ്ഞു. പക്ഷേ എനിക്കത് നൊമ്പരമല്ല, സന്തോഷത്തിൻ്റെ അലകടലായിരുന്നു. അത്രയും സുന്ദരനെ എനിക്ക് കിട്ടാൻ യാതൊരു യോഗ്യതയില്ലെന്നാണ് ഞാൻ വിചാരിച്ചത്. പക്ഷേ കിട്ടിക്കഴിഞ്ഞപ്പോൾ സന്തോഷം കൊണ്ട് തുള്ളിച്ചാട്ടം മാത്രമായി പോയി. നല്ലൊരു തുക എൻ്റെ അക്കൗണ്ടിലേക്ക് ആദ്യമേ അയച്ചിരുന്നു, പിന്നീട് നേരിട്ട് കണ്ടപ്പോഴും തന്നു. ചുരുക്കം പറഞ്ഞാൽ 1, 2, 3 ഞാൻ ഹാപ്പി. അടുത്ത ആഴ്ച ചേച്ചി എന്നെ വിളിപ്പിച്ചു. ഞാൻ ചെന്ന് കഴിഞ്ഞപ്പോഴേക്കും അവിടെ സുന്ദരനായ ഒരു ബിസിനസ്സുകാരനായിരുന്നു. ചേച്ചി ഞാൻ പറഞ്ഞൊന്നും കേട്ടില്ല, റെഡിയായി കയറിക്കോ, പണത്തിൻ്റെ ഗുണവും മറ്റു ഗുണവും ഉണ്ടാകുമെന്ന് പറഞ്ഞു. അത് എനിക്ക് ചേച്ചിയുടെ ഒരു വഴികാട്ടലായിരുന്നു. ചേച്ചി എന്നെ അകത്തേക്ക് കയറ്റി വിട്ടു. അയാൾ എനിക്ക് വിസ്കി പകർന്നു നൽകി. ഞാനൊരു മാസ്മൻ ലഹരിയിൽ മുഴുകി. ചേച്ചി പറഞ്ഞതുപോലെ ഞാൻ ഉണർന്ന് പ്രവർത്തിച്ചു. ചേച്ചി എന്നോട് പറഞ്ഞത് ഇത് വളരെ പ്രൊഫഷണലായി കാണുമെന്നാണ്. അങ്ങനെ ഞാനും കാണാൻ തുടങ്ങി. അയാൾ എനിക്ക് പണം വന്ന് ലക്ഷക്കണക്കിന് തന്നു എന്ന് വേണമെങ്കിൽ സത്യമായും പറയാം. അത്രയ്ക്കും പണമാണ് തന്നിട്ട് പോയത്. ചേച്ചി പറഞ്ഞു, കണ്ടോ, ഇതുപോലെ 2 3 പേര് മതി നല്ല കോടീശ്വരന്മാർ, നമ്മുടെ ജീവിതം സെറ്റിൽഡായി എന്ന് പറഞ്ഞ് ചേച്ചി എന്നെ ആശ്വസിപ്പിച്ചു. ശരിക്കും പറഞ്ഞാൽ ചേച്ചിയുടെ കയ്യിലെ ഒരു കളിപ്പാവയായി ഞാൻ മാറുകയായിരുന്നു. ചേച്ചി വിളിക്കുമ്പോൾ ഞാൻ പോകും. അതീവ സുന്ദരന്മാരും വലിയ വലിയ പ്രൊഫൈൽസ് ഉള്ള ആൾക്കാരുമാണ് വരുന്നത്. അവരുടെ കൂടെ കഴിഞ്ഞു കഴിഞ്ഞാൽ കിട്ടുന്നത് നമ്മൾ സ്വപ്നത്തിൽ പോലും കാണാത്ത തുകയാണ്. അതൊക്കെ എന്നെ മത്തു പിടിപ്പിച്ചു എന്ന് പറയാം. മോളെ ഞാൻ വിളിക്കുമ്പോൾ ഓടി വരണം. ഒത്തിരി നല്ല VIPs എൻ്റെ കയ്യിലുണ്ട്, മോൾക്ക് ഗുണമുണ്ടാകും. പിന്നെ ബാഗിൽ പ്രൊട്ടക്ഷൻ കരുതണം എന്ന് പറയും. അങ്ങനെ ചേച്ചി പല
സമയത്തും എനിക്ക് ഒത്തിരി അറേഞ്ച്മെൻറ്റുകൾ ചെയ്തു തന്നു. ചേച്ചി എന്നോട് പറഞ്ഞു, മോളെ നീ എല്ലാ കാര്യങ്ങൾക്കും തയ്യാറായിരിക്കണം, ഒന്നിലും നാണം പാടില്ല, ട്രഡീഷണൽ രീതിയല്ലാതെ വ്യത്യസ്തമായ രീതികളും വേണമെന്ന് പറഞ്ഞ് ചേച്ചിയും സ്വന്തം ഭർത്താവും തമ്മിലുള്ള വീഡിയോ എനിക്ക് കാണിച്ചു തന്നു. ഞാനത് കണ്ട് ഞെട്ടിപ്പോയി. അങ്ങനെ ഞാൻ റെസ്പെക്റ്റ് കൊടുത്താണ് കണ്ടിരുന്നത്. ഇത് കണ്ടു കഴിഞ്ഞപ്പോഴേക്കും എനിക്കാണെങ്കിൽ ആകെ ചമ്മലായി. പിന്നെ പുള്ളിക്കാരനെ കാണുമ്പോഴില്ലേ ഞാൻ ആ വീഡിയോയിലെ കാര്യങ്ങളാണ് ഓർമ്മ വരുന്നത്. നോർമലായിട്ട് പെരുമാറാൻ ഞാൻ കുറച്ചൊക്കെ കടിച്ചു പിടിച്ച് നിന്നിട്ടാണ് പെരുമാറുന്നത്. പിന്നീടുള്ള 8 മാസക്കാലം ചേച്ചി നിർദ്ദേശിക്കുന്ന പലരോടും ചേച്ചിയുടെ വാടക വീട്ടിൽ ഞാൻ പെയ്തിറങ്ങി. ഒന്നുകിൽ രാവിലെ മുതൽ വൈകിട്ട് വരെ, അല്ലെങ്കിൽ ഉച്ചശേഷം വൈകുന്നേരം വരെ. ഓഫീസിൽ ജോലി ഭംഗിയായി നടന്നുകൊണ്ടിരിക്കുന്ന ഇടയ്ക്കാണ് ഈ കാര്യങ്ങളെല്ലാം. ചേച്ചി അടുത്തിടെ ട്രാൻസ്ഫറായിപ്പോയി. ഞാൻ ഒറ്റയ്ക്കായി. ചേച്ചി പോകുന്നതിന് മുമ്പ് എനിക്ക് കുറേ വീഡിയോകൾ പകർന്നു നൽകി. എന്നിട്ട് പറഞ്ഞു, ഇതൊക്കെ നിൻ്റെ വീഡിയോകളാണ്, നീ ആസ്വദിച്ചു, നിനക്ക് നല്ല ഓർമ്മയാകുമെന്ന്. ചേച്ചി ഒളി ക്യാമറ വെച്ച് എൻ്റെ എല്ലാ ദൃശ്യങ്ങളും പകർത്തിയെന്ന് എനിക്ക് അപ്പോഴാണ് മനസ്സിലായത്. ഞാൻ ഞെട്ടിപ്പോയി. പക്ഷേ അവരെക്കൊണ്ട് വലിയ ശല്യമൊന്നും ഉണ്ടാകാൻ സാധ്യതയില്ലെന്ന് വിചാരിച്ച് ഞാൻ അതത്ര വലിയ കാര്യമാക്കിയില്ല. പക്ഷേ ചേച്ചി പോയി കഴിഞ്ഞ ശേഷവും ഇടയ്ക്കിടയ്ക്ക് എന്നെ വിളിക്കും, ഒരു VIP ഉണ്ട്, നീ വന്നേ പറ്റൂന്ന്. ഞാൻ തടസ്സം പറയുമ്പോൾ ചേച്ചി പറയും, എല്ലാം എൻ്റെ കയ്യിലുണ്ട്, പുറത്താക്കണോ, മര്യാദയ്ക്ക് വരൂ മോളെന്ന് പറയും. അങ്ങനെ പലപ്പോഴും പല റിസോർട്ടുകളിലേക്കും ഞാൻ പോകേണ്ടി വന്നു മാഡം. ഒരു വട്ടമില്ലേ, ഒരു റിസോർട്ടിൽ പോയി കഴിഞ്ഞപ്പോഴേക്കും അവിടുത്തെ മാനേജർ എന്നെ കൈയോടെ പിടികൂടി. അയാൾ പറഞ്ഞു, ഇനി മേലിൽ ഇവിടെ വന്ന് ഈ റിസോർട്ടിന് ചീത്തപ്പേരുണ്ടാക്കരുത്, അല്ലെങ്കിൽ അയാളുടെ കൂടെ ചേരണമെന്നും അയാൾ സെപ്പറേറ്റായി 10 ക്ലയൻസിനെ വെച്ച് മാസം അഡ്ജസ്റ്റ് ചെയ്യാമെന്നും ആ ഒരു രീതി മാത്രം തുടരുകയാണെങ്കിൽ മാത്രം ഈ റിസോർട്ടിലേക്ക് വന്നാൽ മതി, അല്ലാതെ മറ്റ് ക്ലയൻസിൻ്റെ കൂടെ വരില്ലെന്ന് പറഞ്ഞു. ഞാൻ ഓക്കെ എന്നൊക്കെ പറഞ്ഞ് അവിടുന്ന് ഒരു കണക്കിന് രക്ഷപ്പെട്ടു മാഡം. പിന്നീട് അങ്ങോട്ട് പോയിട്ടേ ഇല്ല. എങ്കിലും എനിക്ക് മറ്റു പല സ്ഥലത്തും ചേച്ചിയുടെ നിർദ്ദേശപ്രകാരം പോകേണ്ടി വന്നു. ഒരു ദിവസം ഞാൻ പോയി കഴിഞ്ഞപ്പോഴേക്കും എൻ്റെ റൂംമേറ്റായ തുളസിയെ ഒരു ഹോട്ടലിൻ്റെ ലോബിയിൽ വെച്ച് കണ്ട് ഞെട്ടി. ആദ്യം ഞങ്ങൾ രണ്ടുപേരും ബബബ അടിച്ച് പിടിച്ച് നിൽക്കാൻ ശ്രമിച്ചെങ്കിലും സംസാരിച്ചപ്പോൾ അവളെയും ഫീൽഡിൽ ഇറക്കിയിരിക്കുന്നത് നന്ദ ചേച്ചിയാണെന്ന് മനസ്സിലാക്കി. ഞാൻ പോകാത്ത ദിവസങ്ങളിൽ അവളാണ് പോവുക. അവൾ മാത്രമല്ല, ധാരാളം പെൺകുട്ടികൾ ചേച്ചിയുടെ വലയിലുണ്ട്. ചേച്ചി അവരെ വെച്ച് വലിയൊരു ബിസിനസ് സാമ്രാജ്യം പണിതുയർത്തി. ചേച്ചി മാത്രമല്ല, ചേച്ചിയുടെ ഭർത്താവ് അറിഞ്ഞുകൊണ്ടാണ് ഈ കാര്യങ്ങളെല്ലാം എന്ന് പറഞ്ഞപ്പോഴേക്കും ഞാൻ ഞെട്ടിപ്പോയി. ചേച്ചി പറഞ്ഞത് പ്രകാരം പല ഹോട്ടലുകളിലും റിസോർട്ടുകളിലും അവൾ പോയിട്ടുണ്ട്. അതുമാത്രമല്ല, ചേച്ചിയുടെ ഭർത്താവും അവളെ പല സ്ഥലങ്ങളിലും കൊണ്ടു നടന്നിട്ടുണ്ട്. ചേച്ചിയുടെ കൺമുന്നിൽ വെച്ച് തന്നെ ചേച്ചിയുടെ ഭർത്താവുമായി തുളസി രസിക്കുമ്പോൾ ചേച്ചിക്കതൊക്കെ ഒരു ഇമ്പമായിരുന്നു. എന്നോട് എന്തായാലും ചേച്ചി അങ്ങനെ പറഞ്ഞിട്ടില്ല. ഓരോരുത്തരെയും വ്യത്യസ്തമായി ആളും തരവും നോക്കിക്കണ്ട് ചേച്ചി പ്രവർത്തിക്കുന്നതാകാൻ കാര്യം. അന്ന് ഞങ്ങൾ രണ്ടുപേരും കൂടി ആ ഹോട്ടലിലിരുന്ന് എല്ലാ കാര്യങ്ങളും പരസ്പരം പറഞ്ഞു കഴിഞ്ഞപ്പോഴാണ് എത്ര വലിയ ട്രാപ്പിലും ഭീഷണിയിലുമാണ് ഞങ്ങൾ പെട്ടിരിക്കുന്നതെന്ന് മനസ്സിലായത്. ഒരേ മുറിയിൽ കഴിഞ്ഞിട്ടും ഞങ്ങൾക്ക് ഒന്നും പറയാൻ പറ്റിയില്ല. ആരുമൊട്ട് അറിഞ്ഞതുമില്ല. ഇങ്ങനെയല്ലേ ലോകത്തിലെ കാര്യങ്ങൾ നടക്കുന്നത് മാഡം. തുളസിക്കാണെങ്കിൽ 1 മാസത്തേക്ക് ഒരു റിസോർട്ടുമായി കരാറാണ്. അത് കഴിയുമ്പോൾ അടുത്ത റിസോർട്ടിലേക്ക് 1 മാസ കരാറ്. ആ 1 മാസത്തിൽ 10-15 മീറ്റപ്പുകൾ ഉണ്ടാകും. ഇതെല്ലാം നന്ദ ചേച്ചിയാണ് ശരിയാക്കി കൊടുക്കുന്നത്. ചേച്ചി ഒരു രാക്ഷസ ബുദ്ധിയുള്ള ആളാണെന്ന് എനിക്ക് മനസ്സിലായി. അവരുടെ കയ്യിൽ നിന്ന് രക്ഷപ്പെടാൻ പാടാണ്. പരസ്പരം ഞങ്ങൾ ഈ കാര്യങ്ങൾ പറഞ്ഞത് ചേച്ചിയോട് പറഞ്ഞതേയില്ല. നോർമലായി ഞങ്ങൾ രണ്ടുപേരും 2 രീതിയിൽ തന്നെ പഴയതുപോലെ അവരോട് പെരുമാറി, ഒന്നും അറിയാത്ത രീതിയിൽ. അങ്ങനെ ഞങ്ങൾ അവിടെ നിൽക്കുവോളം നല്ല വർക്കുകൾ ഏറ്റെടുക്കേണ്ടി വന്നു. ചേച്ചിയുടെ നിർദ്ദേശപ്രകാരം ഞങ്ങൾക്ക് 2 പേർക്ക് 2 സ്ഥലങ്ങളിലേക്ക് പിന്നീട് ട്രാൻസ്ഫറായി. അതോടുകൂടി അവരുടെ കയ്യിൽ നിന്ന് മോചിതയാകുമെന്ന് ഞാൻ വിചാരിച്ചു. പക്ഷേ ഏകദേശം ഒരു 2 മാസത്തിന് മുമ്പ് അവർ പെട്ടെന്ന് ഭർത്താവുമായി വീട്ടിലേക്ക് വന്നു. എന്നിട്ട് എൻ്റെ അച്ഛനും അമ്മയൊക്കെ അവിടെ ഉണ്ട്, കൂടെ വർക്ക് ചെയ്താണ്. ഇപ്പോൾ അവിടെ ഒരു കോൺഫറൻസ് മൂന്നാറിലുണ്ട്, വരണം മോളെ എന്നൊക്കെ പറഞ്ഞ് എന്നെ നിർബന്ധിച്ച് വിളിച്ചു. അച്ഛനും അമ്മയും മാറി കഴിഞ്ഞപ്പോഴേക്കും, നിൻ്റെ വീഡിയോ ഒക്കെ എൻ്റെ കയ്യിലുണ്ട്, പുതിയ 2-3 കക്ഷികൾ വന്നിട്ടുണ്ട്, നീ വന്ന് അറ്റൻഡ് ചെയ്തേ പറ്റൂ, നീ അറ്റൻഡ് ചെയ്യേണ്ട കേസുകളാണ്, നീ വന്നെങ്കിലേ അവിടെ കറക്റ്റാകൂ, ഇല്ലെങ്കിൽ മൂല്യം കിട്ടില്ല എന്ന് പറഞ്ഞ് നിർബന്ധിച്ചു. ഞാൻ ഒത്തിരി പറഞ്ഞ് ചേച്ചി വരാൻ വയ്യാത്ത സിറ്റുവേഷൻ ആണെന്ന്. എങ്കിലും അവർ വീഡിയോ ഒക്കെ കാണിച്ചു തന്നു കഴിഞ്ഞപ്പോഴേക്കും പോകാതിരിക്കാൻ പറ്റില്ലല്ലോ. അങ്ങനെ വീട്ടുകാരുമായി കള്ളത്തരം പറഞ്ഞ് ഞാൻ റിസോർട്ടിൽ പോയി. ചേച്ചി എന്നെ അവിടെ വെച്ച് കണ്ടു കഴിഞ്ഞപ്പോഴേക്കും, സുന്ദരിയാണ് മോളെ നീ എന്നൊക്കെ പറഞ്ഞ് എന്നെ കുറച്ചൊക്കെ ഒന്ന് തേരിൽ കയറ്റി. അത് കഴിഞ്ഞ ശേഷം
മുറിയിലേക്ക് വിട്ടു. കണ്ടിന്യൂസ് ആയിട്ട് 1.5 ദിവസം 5 പേരെ എനിക്ക് കാണേണ്ടി വന്നു മാഡം. ഒരു നിമിഷം പോലും എനിക്ക് സ്വസ്ഥത ഉണ്ടായിരുന്നില്ല. എങ്കിലും ഞാൻ അനുസരിച്ചു. അത് കഴിഞ്ഞ് രാവിലെ ഞാനൊന്ന് ഫ്രഷ് ആകാൻ തുടങ്ങി കഴിഞ്ഞപ്പോഴേക്കും ചേച്ചിയുടെ ഭർത്താവ് വന്നു. അയാളും എൻ്റെ അനുവാദം നോക്കിയില്ല. പുതുമ തേടി അയാളും കാടടച്ച് അന്ന് പണിപ്പുരയിലേക്ക് ഇറങ്ങി. പിന്നെ പോകാൻ നേരത്ത് പുള്ളിക്കാരൻ എന്നോട് നീ എൻ്റെ മോഹമായിരുന്നു എന്ന് പറഞ്ഞ് എനിക്ക് 5 പവനുള്ള ഒരു പൊന്നരഞ്ഞാണം സമ്മാനിച്ചു. അതിലൊന്നും ചേച്ചിക്കൊരു പ്രശ്നവും കാണില്ലായിരിക്കാം. എന്തോ എനിക്കറിയില്ല അവരുടെ മാനസികാവസ്ഥയൊന്നും. ഇടയ്ക്കിടയ്ക്ക് ചേച്ചി വിളിക്കാറുണ്ട്. എന്നെയും തുളസിയെയും അതൊക്കെ പോയി അറ്റൻഡ് ചെയ്യാറുമുണ്ട്. അല്ലാതെ പറ്റില്ല. പക്ഷേ ഗ്യാപ്പുണ്ട്. 2-3 മാസം കൂടിയിരിക്കുമ്പോഴാണ് വിളിക്കുക. പക്ഷേ ഇപ്പോൾ എൻ്റെ കല്യാണ നിശ്ചയം കഴിഞ്ഞു. അത് കഴിഞ്ഞിട്ട് കുറച്ച് നാളായി മാഡം. അവരെന്നെ വിളിച്ചു കഴിഞ്ഞാൽ ഞാൻ പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ ജീവിതം പിന്നെയും കുളമാകില്ലേ? അതുമാത്രമല്ല മാഡം, ചർമ്മം വെച്ച് പിടിപ്പിച്ച് ഞാൻ കഞ്ഞിപ്പെണ്ണാണെന്ന് തോന്നുന്ന രീതിയിലാക്കാൻ പറ്റിയ ഏതെങ്കിലും ഹോസ്പിറ്റലുകൾ എറണാകുളത്തുണ്ടോ? ഒന്ന് പറഞ്ഞു തരാമോ മാഡം? ഇത് ഇനിയിപ്പോൾ ആ ഓപ്പറേഷനൊക്കെ ചെയ്ത് കഴിഞ്ഞ് അതിനിടയ്ക്ക് ചേച്ചി വിളിച്ചു കഴിഞ്ഞാൽ ഞാൻ പോയി കഴിഞ്ഞാൽ അത് പിന്നെയും തകരില്ലേ? അവർ വിളിക്കുന്നതിൽ നിന്ന് എങ്ങനെ രക്ഷപ്പെടും? എനിക്കറിയില്ല. തുളസിക്കും ഇതേ പ്രശ്നമുണ്ട്. ഞങ്ങൾക്ക് 2 പേർക്ക് ഒരു വഴി പറഞ്ഞു തരണം മാഡം. ഇനിയിപ്പോൾ കല്യാണം കഴിക്കാൻ പോകുന്ന ഭർത്താവിനെയും നമുക്ക് ഇതൊക്കെ വിശ്വസിപ്പിച്ച് ജീവിക്കേണ്ടി വരില്ലേ? ഇനി അങ്ങേർക്ക് മനസ്സിലാകുമോ? ഈ ആശങ്കകളൊക്കെ ഞങ്ങൾക്ക് 2 പേർക്കുമുണ്ട്. ചെറിയ ക്ലിനിക്കുകളൊന്നും ഈ ഒരു കാര്യം ചെയ്യുന്നതായിട്ട് എനിക്കറിയില്ല. നല്ല പ്ലാസ്റ്റിക് സർജറി വിഭാഗവും അതേപോലെ തന്നെ നല്ലൊരു ഗൈനക്കോളജിസ്റ്റും ഉള്ള ഹോസ്പിറ്റലിൽ മാത്രമേ ഇത് ചെയ്യാറുള്ളൂ. ബാക്കിയുള്ളതൊക്കെ ചിലപ്പോൾ അത്ര സുരക്ഷിതമാകണമെന്നില്ല. അതുകൊണ്ട് ഞാൻ പറയുന്നത്, എറണാകുളത്ത് എന്തായാലും വലിയ ഹോസ്പിറ്റലുകൾ ഇഷ്ടം പോലെയുണ്ട്, പ്രശസ്തമായ ഹോസ്പിറ്റലുകൾ. അവിടെ എവിടെയെങ്കിലും പോയി ഒരു ഗൈനക്കോളജിസ്റ്റിനെ കണ്ടിട്ട് അവിടുത്തെ പ്ലാസ്റ്റിക് സർജനുമായിട്ട് ചേർന്ന് കഴിഞ്ഞാൽ ഇതൊക്കെ റീബിൽഡ് ചെയ്യാൻ പറ്റും. പക്ഷേ ഈ പറഞ്ഞതുപോലെ ശരിയാണ്, ഇടയ്ക്ക് അവർ വിളിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ കാര്യങ്ങളൊക്കെ പിന്നെയും തവിട്ടുപൊടിയാകും. അപ്പോൾ ഇതൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ തന്നെ റെസ്റ്റിംഗ് പീരീഡൊക്കെ ഉണ്ട്. ഒന്നുകിൽ ശക്തമായി പ്രതികരിച്ച് എന്തും വരട്ടെ എന്ന് വെച്ച് രക്ഷപ്പെടുക, അവരോട് എതിർക്കുക. ഇനി അതല്ല, അവരുമായിട്ട് ഒത്തുപോകാനാണെങ്കിൽ അവരോടും നിങ്ങൾ സ്നേഹത്തോടുകൂടി പറയുക, ഇതുപോലെ എൻ്റെ കല്യാണമാണ്, അതൊരുന്ന് ക്ഷമിക്കുക, ഇതുപോലുള്ള കാര്യങ്ങൾ അതൊക്കെ റീബിൽഡ് ചെയ്യേണ്ടി വരും, ഡോക്ടറെ കാണേണ്ടി വരും. അതുകൊണ്ട് തൽക്കാലം ഈ സർജറി ചെയ്യുന്ന സമയം മുതൽ എൻ്റെ വിവാഹം കഴിഞ്ഞിട്ടുള്ള സമയം വരെ എന്നെ ഈ കാര്യത്തിൽ നിന്ന്, അല്ലെങ്കിൽ നിങ്ങൾ 2 പേരെ ഈ കാര്യത്തിൽ നിന്ന് മാറ്റി നിർത്തണം. കാര്യം അവർക്ക് വേറെ പല ആളുകളുമായിട്ടും പല കണക്ഷൻസും ഉണ്ട്. പല ആൾക്കാരും പുതുതായിട്ട് ഈ രംഗത്ത് വരുന്നുമുണ്ട്. അവരെ വെച്ച് മാനേജ് ചെയ്യുക. തൽക്കാലം ഞങ്ങളുടെ നല്ല ജീവിതത്തിലേക്ക് ഞങ്ങളെ കടക്കാൻ അനുവദിക്കണമെന്ന് നിങ്ങൾ തന്മയത്തമായി അവരോട് സ്നേഹത്തോടുകൂടി പറയുക. അതല്ല, ഇനി ഏതെങ്കിലും വഴിക്ക് ഇതൊക്കെ പുറത്തറിഞ്ഞു കഴിഞ്ഞാൽ അവരുടെയും കഞ്ഞികൂടി മുട്ടും. അവരുടെ ആ മിന്നാട്ടമെല്ലാം അവിടെ നിൽക്കുകയും ചെയ്യും. അങ്ങനെ ഒരു കാര്യമുണ്ട്. കൂടുതൽ പ്രശ്നമായി കഴിഞ്ഞാൽ അവരുടെ സാമ്രാജ്യവും കൊഴിഞ്ഞു വീഴും. അതും അവരോട് പറയുക. അപ്പം അതുകൊണ്ട് തൽക്കാലം ഓരോ സിറ്റുവേഷൻ അനുസരിച്ച് അഡ്ജസ്റ്റ് ചെയ്യാൻ അവരും തയ്യാറാകണം. അല്ലെങ്കിൽ പറ്റില്ലല്ലോ. അപ്പം നിങ്ങളുടെ കയ്യിൽ ഇത് തെറ്റുണ്ട്. ഒരാൾ പറഞ്ഞാലൊന്നും ഇത്തരം ട്രാപ്പിലേക്ക് എടുത്തു ചാടരുത്. അപ്പം നിങ്ങളെല്ലാവരും തമ്മിൽ ഒരു അഡ്ജസ്റ്റ്മെൻറ്റായിട്ട് മുന്നോട്ട് പോകുന്നതാണ് നല്ലത്. കല്യാണം കഴിഞ്ഞ ശേഷമുള്ള കാര്യങ്ങൾ കല്യാണം കഴിഞ്ഞ ശേഷം തീരുമാനിക്കുക. ആ സമയത്ത് എന്തെങ്കിലും പറ്റിക്കഴിഞ്ഞാൽ അതിനെതിരെ നന്നായിട്ട് പോരാടേണ്ടി വരും. നമ്മൾ ചെയ്ത തെറ്റ് ശരിയാക്കിയെടുക്കാൻ പറ്റില്ലെങ്കിലും നമുക്കതിനെ എതിർക്കാനുള്ള ത്രാണി ഉണ്ടായിരിക്കണം. അല്ലെങ്കിൽ അത് സംയമനത്തിൽ കൊണ്ടുപോകാനുള്ളൊരു ബുദ്ധി ഉണ്ടായിരിക്കണം. എന്തായാലും ആദ്യം ഒരു പ്ലാസ്റ്റിക് സർജനെ കൺസൾട്ട് ചെയ്യുക. അതിപ്പം നെറ്റിൽ നോക്കി അറിയാമല്ലോ എറണാകുളത്ത് ഏതൊക്കെ പ്ലാസ്റ്റിക് സർജന്മാരുടെ സേവനം ഉണ്ടെന്ന്, അപ്പോൾ അല്ല ഗൈനക്കോളജിസ്റ്റുമാരുടെ സേവനം ഉണ്ടെന്നുള്ളത് മനസ്സിലാക്കാം. അങ്ങനെ പോയാൽ മതി. അതൊക്കെ സിമ്പിളായിട്ടുള്ള കാര്യമാണ്. പൈസ ചിലവാകുന്നേ ഉള്ളൂ, പ്രശ്നമൊന്നുമില്ല. പക്ഷേ ഈ പറഞ്ഞതുപോലെയുള്ള കാര്യങ്ങൾ നിങ്ങൾ തന്നെ ശ്രദ്ധിക്കുക. പിന്നെ സ്ത്രീകൾക്ക് എത്രയോ സപ്പോർട്ട് നൽകുന്ന നിയമമുള്ള നാടാണ്. ട്രാപ്പിൽ അകപ്പെട്ടു പോയി, എന്നാലും നിങ്ങളുടെ സ്വൈര്യ ജീവിതത്തിന് മറ്റൊരാൾ തടസ്സമാകുമ്പോൾ തീർച്ചയായിട്ടും ധൈര്യത്തോടുകൂടി പ്രതികരിച്ചെങ്കിലേ ജീവിക്കാൻ പറ്റുകയുള്ളൂ. അല്ലാതെ പറ്റില്ല. എല്ലാ സമയത്തും നമുക്ക് കിണറ്റിൽ വീണ് കിടക്കാൻ പറ്റുമോ? ഇല്ല, ഉയർത്തെഴുന്നേൽക്കണം. അപ്പോൾ അതൊക്കെ അവരോട് തുറന്ന് സംസാരിക്കുക. അവരും പൊട്ടരൊന്നും അല്ലല്ലോ. ഒരു പരിധി കഴിഞ്ഞാൽ അവരുടെ കളിയും തെറ്റും. ധൈര്യത്തോട് മുന്നോട്ട് പോവുക.